ശ്രീ റോജി എം ജോൺ ചോദ്യമാണ്. ചോദ്യം. യെസ് യെസ് സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു അങ്കമാലിയിൽ ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത്. ഇപ്പോൾ 5 വർഷമായി സർ. നമ്മൾ എത്രയോ തവണ അങ്ങും ഞാനും ഒക്കെ ഉൾപ്പെടെ ഭൂവുടമകളുമൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ അങ്ങ് തന്നെ അവിടെ സ്ഥലത്ത് പദ്ധതി പ്രദേശത്ത് വന്ന് നമ്മൾ ആ ഭൂവുടമകളുമായി സംസാരിച്ച് അതിൻ്റെ പലിശ ഉൾപ്പെടെ ഒഴിവാക്കി കൊടുക്കുവാനായിട്ട് ഭൂവുടമകൾ സമ്മതം അറിയിച്ചു. ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ സാർ, നാളിതുവരെയായിട്ട് അവിടെ 1 സെന്റ് ഭൂമി പോലും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും ഗ്ലോബൽ സിറ്റിയെ സംബന്ധിച്ച് അങ്ങ് പറയുകയുണ്ടായി. നമ്മൾ സ്വാഗതം ചെയ്യുന്നു സാർ. നമ്മൾ നേരത്തെ 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഈ ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നത് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ എത്രയും വേഗം, കാരണം ആ ഭൂമി അവരെ സംബന്ധിച്ച് സാർ നമുക്കറിയാം, ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു നിരവധി പദ്ധതികൾക്ക് നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. ചോദ്യത്തിലാണ് സാർ. അപ്പൊ അതുകൊണ്ട് ഭൂമിയുടെ ലഭ്യതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എത്രയും വേഗം ഈ അങ്കമാലി ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഭൂവുടമകൾക്ക് പണം കൊടുക്കാൻ. സാർ, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹവും അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ മർമ്മം അദ്ദേഹം ചോദ്യത്തിലേക്ക് വന്നില്ല. അവസാനം ഒരു പരാമർശത്തിലൂടെ കൊണ്ടുവരികയും ചെയ്തുള്ളൂ. ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ 2ാം നോഡിലാണ് ആദ്യം കണ്ടിരുന്നത്. എന്നാൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടനുസരിച്ച് 1ാമത്തെ നോഡിൻ്റെ ഭാഗമാക്കാൻ തന്നെ അവർ സമ്മതിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കൽ 2ാം നോഡാണെങ്കിൽ പോലും 1ാം നോഡ് തത്വത്തിൽ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടെ 500 ഏക്കറിന് 500 കോടി നമ്മൾ മാറ്റിവെച്ചു. അവസാനം ബഹുമാന MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാവരും ആവശ്യപ്പെട്ടു, ജനപ്രതിനിധികൾ. അതിൻ്റെ ഭാഗമായി 500 ഏക്കർ എന്നുള്ളത് 386 ഏക്കറോ മറ്റായിട്ട് ചുരുക്കി. 500 ഏക്കറിന് 500 കോടി നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അവസാനം വാല്യുവേഷൻ വന്നപ്പോൾ 850 കോടിയായി. 850 കോടി കിഫ്ബിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കിഫ്ബി കൃത്യസമയത്ത് തന്നെ ആ ഫണ്ട് നൽകാനും തയ്യാറായി. എന്നാൽ സംഭവിച്ചത് ഈ ഗിഫ്റ്റ് സിറ്റിയുടെ ആദ്യം തന്നെ ഒരു നോട്ടീസ് വന്നു, നിങ്ങളുടെ പേര് മാറ്റണം. യൂണിയൻ ഗവൺമെൻറ്റിലൂടെ അംഗീകരിച്ചു വന്ന പദ്ധതിയാണ് അത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയാണ്, അവർക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് കണ്ട് നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്നാക്കി. ഈ ഗ്ലോബൽ സിറ്റിയും ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ രണ്ടാണ്. ബഹുമാന അംഗത്തിന് അറിയായിരിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ പേരാണ്. നമുക്ക് ഗ്ലോബൽ സിറ്റിയിൽ GCC കൂടി വേണ്ടി കൊണ്ടുവരാമെന്നേ ഉള്ളൂ. എന്നാൽ പിന്നീട് നമ്മൾ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഭൂമി ഏറ്റെടുക്കേണ്ട പറഞ്ഞപ്പോൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 1710 ഏക്കർ ഭൂമി 10 മാസം കൊണ്ട് ഏറ്റെടുത്ത് നമ്മൾ നൽകി. അതിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 12 പദ്ധതികളിൽ ഇപ്പോൾ ടെൻഡർ അവാർഡ് ചെയ്ത് നിർമ്മാണം നടക്കുന്നത് പാലക്കാട് ഈ സ്മാർട്ട് സിറ്റിയിൽ മാത്രമാണ്. എന്നാൽ ഈ ഗിഫ്റ്റ് സിറ്റിയുടെ പേര് നമ്മൾ മാറ്റിയിട്ടും അതിൻ്റെ ഡിസൈൻ മാസ്റ്റർ പ്ലാൻ അതിൻ്റെ കോൺട്രാക്ട് വരെ കൊടുത്തപ്പോൾ എല്ലാം പോസ് ചെയ്യാൻ പറഞ്ഞ് യൂണിയൻ ഗവൺമെൻറ് കത്തയച്ചു. അവിടെ നിന്നുള്ള MP അറിയാം, അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങളെന്ന് അവിടെ ഇടപെടണം. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തയച്ചു. MP ആവശ്യപ്പെട്ടു, ഞാൻ നേരിട്ട് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ പദ്ധതി തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഈ ഭൂമി ഏറ്റെടുക്കാൻ നമ്മൾ ഭൂവുടമകളായിട്ട് ഞങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ആ സംവിധാനം വരുമ്പോൾ നമുക്ക് ഗുണപ്രദമാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കിനി പണം മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് എങ്കിലും നമുക്ക് നൽകണം. ഗിഫ്റ്റ് സിറ്റിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ജൂറിസ്ഡിക്ഷനാണ് സാർ. ഇന്ത്യയുടെ നിയമങ്ങളൊന്നല്ല അവിടെ ബാധകം. അത് ഇതിനകത്തൊരു പ്രത്യേക സംവിധാനമാണ്. അതേ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അവർക്ക് പ്രത്യേകമായ സ്റ്റാറ്റസും നമുക്ക് ആ സ്റ്റാറ്റസ് ഇല്ലാതെ ഇവിടുത്തെ ലോക്കൽ പഞ്ചായത്ത്, കേന്ദ്രം, എല്ലാ വിധത്തിലുള്ള ടാക്സുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി വന്നാൽ അവിടെ പോകുന്ന ആൾക്ക് ഇതൊന്നും ഇല്ലാതെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ഇതെല്ലാം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇത്രയും പണം മുടക്കി 850 കോടി നമ്മൾ മുടക്കി സ്ഥലമെടുത്താൽ സ്വാഭാവികമായിട്ട് എല്ലാവരും കേസും പോയി 1000 കോടി സ്ഥലത്തിന് വരും. പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു 600 കോടിയെങ്കിലും വരും. 1600 കോടി 350 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് ഏകദേശം എത്ര കോടിയാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും നിക്ഷേപം ഭൂമിക്ക് മാത്രം ചെലവഴിച്ച് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുമ്പോൾ ഈ സ്റ്റാറ്റസ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റാറ്റസിന് വേണ്ടി ഞങ്ങളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനായ അംഗം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ അങ്ങയുടെ പാർട്ടിക്കാണല്ലോ കൂടുതൽ ആളുകളുള്ളത്. അങ്ങാണെങ്കിൽ കർണാടകയിലെ ചുമതല നിർവഹിച്ച് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. എല്ലാവരോടും പറഞ്ഞിട്ട് അത് നേടിയെടുക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്തണം. സ്റ്റാറ്റസ് കിട്ടിയാൽ നമുക്ക് അവർ പണം തന്നില്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത്.